ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിത്ത് നോറ. ഒരുപാട് നാളായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ബിക്കോസ് എനിക്കിപ്പോ ടൈമിന്റെ ഇഷ്യൂ കൊണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാനിപ്പം വർക്കിംഗ് ആണ്, അതുകൊണ്ട് എനിക്ക് ടൈം കിട്ടുന്നില്ല. അപ്പൊ എല്ലാരും എന്നോട് ഇപ്പോഴും വന്നിട്ട് ഞാൻ പറയും നാളെ ഇടാൻ പറ്റില്ല, പക്ഷെ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. എല്ലാവരും അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എനിക്ക് ഈ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെ കഴിഞ്ഞ തവണത്തെ പോലെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്റെ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ഒരിക്കലും കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. എന്റെ ബർത്ത്ഡേ 29 ആയിരുന്നു. ബട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ടൈം കിട്ടാത്തതുകൊണ്ട്, ഗിഫ്റ്റ്സ് ഫുൾ ആയിട്ട് വരാത്തതുകൊണ്ട് ഞാൻ ഇന്ന് സൺഡേ ആണ്, അതായത് മെയ് 2 or 3 അന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 2 ദിവസം കൂടി ലാഗ് കാണും. അപ്പോ എന്റെ ഈ ഫേസ് ഞാൻ ഇപ്പൊ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റിട്ട് വീഡിയോ എടുക്കുക കേട്ടോ. ഓൾറെഡി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടായിരുന്നു, ബട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് കയറി കിടന്ന് ഉറങ്ങേണ്ട വന്നു. കാരണം എനിക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തു പോകും. അതായത് സൺഡേ ആകുമ്പോഴത്തേക്ക് ഞങ്ങള് ഒന്നെങ്കിൽ ഞാൻ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകും. അപ്പൊ ഇന്ന് ഹരി, ഞാന്, മീനാക്ഷി, അമ്മു, ഹരിയുടെ കസിൻ അമ്മ, ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തു വരാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞാൻ റെഡിയായി. എനിക്ക് പെട്ടെന്നൊരു പെയിൻ ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ നോക്കിയപ്പോ എനിക്ക് പീരീഡ്സ് ആയപ്പോ ആ ഉള്ള മേക്കപ്പ് ഇട്ട് ഞാൻ ഫുൾ റെഡി ആയതാണ്. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ആ പെയിൻ എനിക്ക് എന്ന് വെച്ചാൽ ആ ഒരു പെയിനും കൊണ്ട് എനിക്ക് പുറത്ത് പോകാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് എനിക്ക് പെയിനാണ്. തല കറങ്ങി വീഴും. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പെയിനും കൊണ്ട് പുറത്ത് വരില്ല. അങ്ങനെ ഞാൻ പീരീഡ്സ് ആയിട്ട് പോയില്ല. പിന്നെ അവൾമാര് രണ്ടുപേരും കൂടി വീഡിയോ എടുക്കാൻ പോയി. മീനാക്ഷിയും പോയില്ല കേട്ടോ. അങ്ങനെ ആ ഒരു ലുക്കാണ്. എന്നിട്ട് കയറി കിടന്ന് ഉറങ്ങിയതാ. എനിക്ക് കിടന്നാലേ റെഡിയാവത്തുള്ളൂ. അങ്ങനെ എണീച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പം ഇത്രയും ഡേ ആയില്ല, ഇനി ഞാൻ തിങ്കളാഴ്ച വീണ്ടും വർക്കിന് കയറി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ ടൈം കിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം. അപ്പൊ അതുകൊണ്ട് കണ്ണും മുഖമൊക്കെ വീങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഗിഫ്റ്റ്സ് എന്തൊക്കെയാണ് ഈ ബർത്ത്ഡേക്ക് കിട്ടിയത് എന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുമ്പോ എല്ലാം വീട്ടുകാർ എപ്പോഴും എനിക്ക് ഡ്രസ്സ് എടുത്താറ്. അതുകൊണ്ട് അപ്പൊ ഇത്തവണ ക്യാഷ് വന്നു, ഞാൻ ഡ്രസ്സ് എടുത്തു. അതറിഞ്ഞ ഞാൻ ബർത്ത്ഡേക്ക് വർക്ക് ചെയ്യുന്നിടത്ത് ഓഫീസിൽ കൊണ്ടുവന്നതാണ്. പിന്നെ എനിക്ക് ബർത്ത്ഡേയുടെ അന്ന് രാവിലെ ഞാൻ ഓരോന്നോരോന്ന് എത്താറ്. ഓക്കെ, ബർത്ത്ഡേയുടെ അന്ന് രാവിലെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്ക് അവള് ഞങ്ങള് കുറെ പേരുണ്ട് അവിടെ. അപ്പൊ അവിടുത്തെ കിഷോറേട്ടൻ ഞാൻ അങ്ങോട്ട് ചെന്ന് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഒരു കവർ ഫുള്ള് മിഠായിട്ട് വന്നിട്ട് എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് ആ മിഠായിരുന്നു. സീരിയസ്ലി ഞാൻ സർപ്രൈസ് ആയി പോയി. ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഉള്ള ഒരാളാണ് കേട്ടോ. അങ്ങനെ ആ സമയത്തേക്ക് ഭയങ്കര സന്തോഷം. പിന്നെ കണ്ണൻ തന്നു, ഒരു കിൻഡർ ജോയ്, അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. അത് എന്താ അവിടെ ഉള്ളവർക്ക് ഞാൻ കൊടുത്തു. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാനത് കഴിക്കാണ്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കും. സീരിയസ്ലി അങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കും. ബട്ട് ഇന്നലെ വന്ന ഐതപ്പൻ, നമ്മുടെ ഷെഫി, അറിയാം, എന്റെ ചേച്ചിയുടെ കുഞ്ഞാണ് ഐതപ്പൻ. അവൻ വന്നിട്ട് അതെല്ലാം പൊട്ടിച്ചു തിന്നു. ഇവിടൊക്കെ കവറൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം എന്റെ കയ്യിൽ പോയി. പിന്നെ സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ സർപ്രൈസ് ആയപ്പോയത് ഒരു ഉച്ചയായപ്പോ ഒരു കോൾ വന്നു. സോറി, എനിക്ക് പേര് ഹസ്ന എന്നുള്ള ഇതിന് ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നു. അപ്പൊ ഞാൻ എടുത്തപ്പോ പറഞ്ഞു, എനിക്ക് എപ്പോഴും കൊറിയർ വരും. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു കൊറിയർ വന്നിട്ടുണ്ട്, എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞു ഞാൻ ONK ജംഗ്ഷനില. പറഞ്ഞു ഒന്ന് വരാവോ കൊറിയർ പിക്ക് ചെയ്യാൻ? പറഞ്ഞു ഞാൻ വരാം 2 മണി കഴിയുമ്പോ വന്നാൽ മതി. ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് ഞാൻ അതും നോർമലി ഞാൻ ഉള്ളിടത്ത് ഞാൻ വർക്ക് ചെയ്യുന്നിടത്തോ എല്ലാ കൊറിയറിനെ കൊണ്ട് നോർമലി അവിടെ കൊണ്ട് തരുന്നതല്ലേ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ചോദിച്ചിട്ട് ഇറങ്ങാൻ നിന്നു. അപ്പൊ മീനാക്ഷിയോട് പറഞ്ഞു, എടി ഇതുപോലെ കൊറിയർ വന്നു പറഞ്ഞു വിളിച്ചു, ഞാനൊരു സർപ്രൈസ് ആണോ? എനിക്ക് ആ കൊച്ചു വിളിച്ചാൽ നീ സർപ്രൈസ് ചെയ്യണം. അപ്പൊ കൊച്ചു പറഞ്ഞു ഞാനൊന്നും അല്ല. അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അവനാണോ അത് ഷെഫിയാണോ, ഇങ്ങനെയൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ട്. എന്നിട്ട് എനിക്ക് മനസ്സിലായി സർപ്രൈസ് ആണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ആ കൊച്ചു പറഞ്ഞെടുത്തോട്ട് ഞാൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതെ സർപ്രൈസ് ആണ്. അതായത് ഈ ഒരു ബോക്സ് മാല ഇല്ല കേട്ടോ ഗൈസ്. ഈ 2 മാല, പേഴ്സ്, പിന്നെ 2 കിൻഡർ ജോയ്. ക്യൂട്ടുള്ള ഇതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ അങ്ങനെ അങ്ങനെ ഇഷ്ടം അങ്ങനത്തെ ക്യാരക്ടർ ഒന്നും അല്ല, ബട്ട് ഇഷ്ടമാണ് എനിക്ക്. കൊച്ചു വന്ന ഒരു ടെഡിയുണ്ട്, പിന്നെ എനിക്ക് പാവയായിട്ടിതുള്ളു. അല്ലാണ്ട് എനിക്ക് അങ്ങനെ ക്യൂട്ട്നെസ് ഉള്ള ടൈപ്പ് ഒന്നും അല്ല. ബട്ട്
ഒരാളെ ഗിഫ്റ്റ് ആയിട്ട് തരുമ്പോൾ അത് നമുക്കൊരു ഹാപ്പിനെസ് അല്ലേ. അതിന് ഇതൊക്കെ ആയിട്ടുള്ള ഒരു ബോക്സ് ആയിട്ട് ഈ ഒരു ബോക്സ് ഒക്കെ ആയിട്ട് പുള്ളിക്കാരൻ നിൽക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ആരെ തന്നേന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചു മുതല് ഞാൻ എല്ലാവരുടെ പേരും പറഞ്ഞു. എല്ലാവരും ഹരിയുടെ പറഞ്ഞില്ല കേട്ടോ, ഹരിയുടെ പറഞ്ഞില്ല. അവളങ്ങനെ പ്ലാൻ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഹരിയുടെ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. ഷെഫീയുടെ പറഞ്ഞു. ഈ ലാസ്റ്റ് പുള്ളിക്കാരിനോട് ചോദിക്കുക, അവള് ചോദിക്കുക, എന്നോട് ചോദിക്കുക, വേറെ ആരുമില്ലേ? ഞാൻ പറഞ്ഞു ഇത്രയും പേരുടെ ഒക്കെ തന്നെ ഒരുപാട് ഓപ്ഷനായി, ഇനി ആരാതെനിക്ക് അറിയത്തില്ലെന്ന് പറയും. അപ്പൊ പറയാ എന്റെ മീനാക്ഷി അതെന്തായാലും സീരിയസ്ലി ഞാൻ അവളുടെ അടുത്തുനിന്ന് ഇറങ്ങി വന്നേടി, ആരോ സർപ്രൈസ് തന്നെയാണ്. ഇങ്ങനെ ഞാൻ അവളോട് പറഞ്ഞിട്ട് ഇറങ്ങി, ആരോ സർപ്രൈസ് തന്നെയാണെന്ന് തോന്നുന്നു പറയും. അങ്ങനെ ഇറങ്ങി അങ്ങനെ കിട്ടിയപ്പോ ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി പോയി. സീരിയസ്ലി എനിക്ക് ഈ ഒരു ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയില്ല. എനിക്കറിയത്തില്ല, എനിക്ക് വേണ്ടിട്ട് അങ്ങനെ ഒരു എഫേർട്ട് ഇട്ടിട്ട്. അപ്പൊ ഞാൻ ആ സ്പോട്ടിൽ അവളെ വിളിച്ചു കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്റെ മീനുക്കുട്ടനാണ് കേട്ടോ തന്നത്, മീനുക്കുട്ടൻ. ഓക്കെ. അങ്ങനെ അത് അതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി. അത് കഴിഞ്ഞപ്പോ അന്നത്തെ ഡേ ഞാൻ സീരിയസ്ലി അവരൊക്കെ മിഠായി തന്നു. പിന്നെ അതേപോലെ തന്നെ തലേന്ന് അവിടെ ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി ഇങ്ങനെ ഒരു പേന കൊണ്ട് എഴുതിയപ്പോൾ ഞാൻ ആ പേന വാങ്ങി ഞാനിങ്ങനെ എഴുതി. ഇത് കൊള്ളാലോ, നല്ല പേനയാ, ഇത് എവിടെ വാങ്ങിയാന്ന് ജസ്റ്റ് ഞാൻ ചോദിച്ചു. അപ്പൊ എടാ ഇതെന്റെ ചേച്ചിയുടെ മോഡയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ നോക്കി ജസ്റ്റ് എഴുതിയ പേന കൊണ്ട് എഴുതി അങ്ങ് തിരിച്ചെഴുതും. ബട്ട് അന്ന് എന്റെ ബർത്ത്ഡേയുടെ അത് ഒരു ഗിഫ്റ്റ് ആയിട്ടല്ല, ബട്ട് എനിക്ക് ബർത്ത്ഡേയുടെ അന്ന് ചേച്ചി ആരുടെ പേന കൊണ്ടു തന്നു. സീരിയസ്ലി അല്ല ഇതുവരെ അത് എഴുതിയ പോലുമില്ല. കാരണം ഇഷ്ടപ്പെടാതിട്ടല്ല, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് വേണ്ടി ഒരാള് അങ്ങനെയൊക്കെ ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് ഒരു ഹാപ്പിനെസ് അല്ലേ. അപ്പൊ അത് ഞാൻ എഴുതിയിട്ടില്ല, എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ട് ഇതൊക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് വെച്ചേക്കുക. അങ്ങനെ ആ പേന വന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ അവിടെ അമേസിൽ ചെന്നു. അമേസിൽ ചെന്ന് കഴിഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് ചോറ് ഉമ്മയൊക്കെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് ഈവനിങ് 4 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരുടെ ബർത്ത്ഡേക്കും അവിടെ കേക്ക് കട്ടിങ് ഉണ്ട്. അങ്ങനെ എന്റെ ബർത്ത്ഡേക്കും അവിടെ കേക്ക് കട്ട് ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഹാപ്പിയായിട്ട് ഞാൻ വീട്ടിൽ വന്നു. അപ്പൊ ഓൾറെഡി ഹരി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടി എന്താ പുറത്തു പോകണം, ഈവനിങ് പുറത്തു പോകണം. അത് ഇപ്പൊ അവളുടെ ബർത്ത്ഡേക്ക് ആണെങ്കിലും എന്റെ ബർത്ത്ഡേക്ക് ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ നോർമലി പുറത്ത്. ഇപ്പം ഞങ്ങളിവിടെ ആരുമില്ല. എന്ന് വെച്ചാൽ പണ്ടെന്നൊക്കെ വെച്ചാല് നേരത്തെ കൊച്ചുമൊക്കെ ഞാനുള്ള സമയത്തൊക്കെ വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ നിൽക്കാറില്ല. ഇപ്പൊ കൊച്ചു ലീവിന് വന്ന സമയത്താണ് ഞങ്ങളാരും വീട്ടിലില്ല, ഫുൾ ടൈം പുറത്ത്. പക്ഷെ ഇപ്പം ഞാനും അവളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ട് ഈവനിങ് ബീച്ച് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കായംകുളത്ത് സുത്തമന സ്പെഷ്യൽ ആയിട്ട് ഇവിടെ പോകാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബീച്ച് അങ്ങനെ എന്തെങ്കിലും പോകാറുണ്ട്. അപ്പോൾ വന്നിട്ട് റെഡി പുറത്തു പോകാം. അപ്പൊ ഞാൻ പറയാം ഓക്കെ. അപ്പൊ എനിക്ക് അറിയാം എന്തെങ്കിലും ചെറിയ സർപ്രൈസ് ആണെന്ന് അറിയാം. കാരണം ചെറിയ സർപ്രൈസ് ആയിരിക്കും എന്ന് അറിയത്തുള്ളൂ. ബിക്കോസ് ഒന്ന് കൊച്ചു ഓൾറെഡി കൊച്ചിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എന്തായിട്ട് എന്ത് വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് എന്താ ഞാൻ എല്ലാ ഏപ്രിലും ഹെയർ ചെയ്യും. അപ്പൊ നമ്മൾ എനിക്ക് ഹെയർ ചെയ്യണം. അപ്പം അതിനുള്ള ഫണ്ട് എനിക്കൊരു എമൗണ്ട് തന്നിട്ട് അതും ഡ്രസ്സും എല്ലാത്തിനും കൂടെ എനിക്കൊരു എമൗണ്ട് അത് കേട്ടോ. അങ്ങനെ ആ എമൗണ്ട് ഓൾറെഡി വന്നിട്ട് എനിക്കറിയാം ചിലപ്പം കൊച്ചിന്റെ അവളുടെയും കൂടി ചെറിയൊരു സർപ്രൈസ് ആയിരിക്കും ഞാൻ വിചാരിച്ചു. അങ്ങനെ ഈവനിങ് ടൈമിൽ ഞാനും ഉമ്മയും കൂടി ബീച്ചിൽ പോയി. അവള് വന്നോളാന്ന് പറഞ്ഞു. അവളെ ചെന്നിരുന്ന കുറെ നേരമായിട്ട് ഇവള് വരുന്നില്ല. ഞാൻ അവളെ തെറിയും വിളിച്ചോണ്ടിരിക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പൊ അതിന് മുമ്പ് ഞാൻ അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ കസിൻസ് എല്ലാവരോടും കോൾ ചെയ്തായിരുന്നു. അപ്പൊ അബി അവിടെ ഉണ്ട്, കോളിലുണ്ട്. അബിയോട് ഞാൻ ചോദിച്ചു എവിടെയെങ്കിലും. അവൻ പറയാം എടേ എനിക്കൊരു കല്യാണത്തിന് പോകണമെന്ന് പറയും. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം എനിക്കറിയാം അവൻ വരത്തില്ല, അവൻ കല്യാണത്തിന്, അതായത് അവിടെ സംസാരിക്കാൻ ഞാൻ കേട്ടു കല്യാണത്തിന് പോകാനൊക്കെയുള്ളത്. അപ്പൊ ഓക്കെ. അങ്ങനെ അവൻ കല്യാണത്തിന് പോയി. ഹരി എന്റെ അടുത്തോട്ട് വരാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് എന്തായാലും ചെറിയ കേക്ക് ഒക്കെ ആയിട്ട് വരാനാന്ന് വിചാരിച്ച് ഞങ്ങള് ബീച്ചിലിരിക്കുമ്പോ കുറെ കൂടി വന്നു കഴിയുമ്പോ ഞാൻ നോക്കിയപ്പോ അബിയും അവളും കൂടി അതിന്റെ എന്തെങ്കിലും വീഡിയോ കാര്യങ്ങള് ഇല്ല. അവര് വന്നതിനെന്ന് വെച്ചാൽ കുറെ ഗിഫ്റ്റ്സ് ഒക്കെ ആയിട്ട് രണ്ടുപേരും കൂടി വരും. കൊച്ചിന്റെയും അവളുടെയും കൂടിയുള്ള ഗിഫ്റ്റ്സ് ആയിരുന്നു. അവരെല്ലാവരും പ്ലാൻ ചെയ്ത ഗിഫ്റ്റ് ആയിരുന്നു. അവളുടെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്റെ ഡ്രസ്സിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ ആർക്കെങ്കിലും, അതായത് എന്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവുന്നത് അവക്കാട്ടോ. അപ്പൊ അവൾ ഈ ഒരു ഇതിപ്പോ ഞാൻ ഇട്ടിട്ട്, അതായത് ഇന്ന് ബീച്ചിൽ പോകാൻ നേരത്തെ ഞാൻ ഇട്ടായിരുന്നു. എന്നിട്ട് ഇപ്പം വയ്യാണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ദൂരം ഇല്ലാത്തന്നെ വെച്ച് ഇത് അവളുടെ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തന്നു. സെക്കൻഡ് റിച്ചുവിന്റെ ഗിഫ്റ്റ് ആയിട്ട് എപ്പോഴത്തെ എന്റെ ഫേവറേറ്റ്, ഞാനൊരു ഫ്ലവർ പേഴ്സൺ ആണ്. എനിക്ക് റോസ് ഫ്ലവേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഈ ഒരു ഫ്ലവർ കൊച്ചിന്റെ അതെല്ലാ ബർത്ത്ഡേക്കും എല്ലാ സ്പെഷ്യൽ ഒക്കേഷനിലുള്ള വെറുതെ ഒക്കെ ഇരിക്കുമ്പോഴും ഒക്കെ തരും. അപ്പൊ ഈ ഒരു ഫ്ലവർ ആയിരുന്നു. എന്റെ വീട്ടിൽ ഈ ഒരു ഇതിന്റെ മുകളില് അവൻ തന്ന ഫ്ലവേഴ്സ് ഫുള്ള്, അതിന്റെ മുകളിൽ ഫുള്ള് ഫ്ലവേഴ്സാ. അതുകൊണ്ട് ആ ഒരു കത്ത കഴിക്കാൻ നീക്കാൻ പറ്റത്തില്ല. ഈ ഒരു ഫ്ലവർ വന്നു. പിന്നെ ഓരോന്നോരോന്നായിട്ട് ഞാൻ പൊട്ടിക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് വന്നത് ഈ ഒരു ബോക്സ് ഫുള്ള് ജിങ്കാസ്. ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാവേ.
ഈ ഒരു ക്യൂബിക്ക സെറ്റ് ഫസ്റ്റ് ബോക്സ്. ഓക്കെ, നാലെണ്ണമല്ലായിരുന്നു. ആ, അപ്പൊ ഞാൻ സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ലാസ്റ്റ് പിന്നെ ആ, ഈ ഒരു ബാംഗിൾ സെറ്റ് ഈ റീലൊക്കെ ഇടുമ്പോ പോയിട്ട് ഇത് ഒരു സെറ്റ് മുന്നേ ഇത്രയും ഈ ബാംഗിൾസ് എനിക്കറിയില്ല. ഇത് എന്തോ ഒരു സ്പെഷ്യൽ ബാംഗിൾസ് ഉണ്ടായിരുന്നല്ലോ, അത് വേണമെന്ന് സീരിയസ്ലി ഞാനൊരു വൺസ് ടോയ്സ്, എനിക്ക് ടോയ്സ് പറഞ്ഞതായിട്ട് പോലും ഓർമ്മയില്ല, അതിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണമെന്നുള്ളത്. ഇത് ഒരെണ്ണം താഴ്ത്തു. അപ്പൊ അതാണ് എനിക്ക് വാങ്ങിത്തത്. പിന്നെ ഒരു സ്പെഷ്യൽ സംഭവങ്ങളുണ്ട്, സ്പെഷ്യൽ സംഭവങ്ങളുണ്ട്. അത് ഞാൻ പറയാം. ഹരി ഒരു മാല വാങ്ങിയത്. അതായത് ആ മാലയിൽ നമുക്ക് ആവശ്യമായി നമുക്ക് നമ്മുടെ എന്താ ബെർത്ത് സ്റ്റോണ്, ലെറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്യാം. എന്റെ മൈൻഡില് എനിക്ക് ആ ഒരു മാല വാങ്ങണം. എന്നിട്ട് കൊച്ചിന്റെ ലെറ്റർ പിന്നെ അവന്റെ ബർത്ത് സ്റ്റോൺ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് മാല വാങ്ങിയിട്ട് അവന് സർപ്രൈസ് കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ ഈ ഒരു കാര്യം അവനോട് പറഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവത്തിന് ആരും മിണ്ടിയിട്ടേ ഇല്ല അവനോട്. അതായത് നെക്സ്റ്റ് മന്ത്, അതായത് നെക്സ്റ്റ് മന്തിലെ സാലറി കിട്ടിയിട്ട് വാങ്ങാന്നുള്ളൊരു പ്ലാൻ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഗേൾസ്, എനിക്ക് അവരതുപോലത്തെ വാങ്ങി. ഇതെല്ലാം അവന് വാങ്ങാൻ ആരാ? ഇതാ അവൻ ഒറ്റയ്ക്കല്ല കേട്ടോ ഇതൊക്കെ ചെയ്തത്. ഹരിയും അവനും കൂടി ഏപ്രിൽ സ്റ്റാർട്ടിങ് മുതലേ ഉള്ള പ്ലാനിങ് ആണ് ഇതൊക്കെ. എന്നിട്ട് ഇത് വാങ്ങി ഗൈസ്. ഇതില് എന്റെ ഉണ്ട്, അവന്റെ കെ ഉണ്ട്, പിന്നെ ഞങ്ങൾ രണ്ടുപേരും ബെഡ് സ്റ്റോണും ഉണ്ട്. സീരിയസ്ലി ഗൈസ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ ഒരു ഷെയിലും ഞാൻ ഇട്ടിട്ടുണ്ട്, അത് യൂസ് ചെയ്തിട്ട് വെച്ചതാ. അതുകൊണ്ട് കവറിൽ നിന്ന് പുറത്ത് കിടക്കുന്ന അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. എന്നുവെച്ചാൽ ഞാൻ കൊടുക്കാനിരുന്ന സർപ്രൈസ് അവൻ എനിക്ക് തിരിച്ചു തന്നു. അത് ഹരി ഞാനിങ്ങനെ അത് പ്ലാൻ ചെയ്യാൻ പറയടി എനിക്ക് വാങ്ങണം എന്നുവെച്ചാൽ ഞാൻ അവൻ പറഞ്ഞ ഐഡിയ എന്നാ അവന്റെ ബർത്ത് സ്റ്റോണും ഇതും കൂടി വെച്ചിട്ട് നമുക്ക് വാങ്ങാന്നൊരു പ്ലാനില്ല. എന്നിട്ട് രണ്ടുപേരും കൂടി ഞാൻ അറിയാതെ എനിക്ക് വേണ്ടിട്ട് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരെണ്ണം അയ്യോ, ഇത് സത്യം പറയാ, ഇത് വാലന്റൈൻസ് ഡേക്ക് കൊച്ചു ഓൾറെഡി ഇത് കൊടുത്തിട്ടുള്ളായിരുന്നു, ഓർഡർ കൊടുത്തിട്ടുള്ളായിരുന്നേ. പക്ഷെ ആ പുള്ളിക്കാരി ഒന്നും ചെയ്തു കൊടുത്തില്ല, പുള്ളിക്കാരനെ പറ്റിച്ചു. അന്ന് ഞാൻ എന്നോട് ഒന്ന് വിഷമമൊക്കെ വാലന്റൈൻസ് ഡേ പറയടി ഇതേപോലെ ഒരു സംഭവം ഉണ്ട്, ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തേ. പക്ഷെ പുള്ളിക്കാരിക്ക് പറ്റിച്ചെന്നല്ല, ടൈം കിട്ടാഞ്ഞതുകൊണ്ട് എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ റിപ്ലൈ തന്നതായി വേറെ ആളെ. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഇൻസ്റ്റയിൽ പുതിയൊരു പേജിനെ കൊടുത്ത് ചെയ്യിച്ചാ. ഏതാ പേജ് എന്നുള്ള എന്നോട് പറഞ്ഞില്ല. ഇതില് ഞങ്ങളുടെ ഫേവറേറ്റ് ഒരു ഫോട്ടോ, പിന്നെ ഇത് ഭയങ്കര മെയിൻ ആയിട്ടുള്ള ഒരു ഫോട്ടോ. ഇതിൽ തന്നെ ഇതിലെ ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. യെസ്, എല്ലാം ഇവിടെ നിന്ന് ഈ ഒരു ഫോട്ടോയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. പിന്നെ ഞങ്ങളുടെ എല്ലാ മൊമെന്റ്സും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. എന്ന് വെച്ചാൽ കുറെ, എല്ലാ മൊമെന്റ്സും നല്ല, പക്ഷെ കുറെ ഏറെ മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. ഡെയിലി ഞാൻ നോക്കുന്ന കേട്ടോ. യെസ്, അങ്ങനെ ഇത്രയും കൊച്ചുന്റെ സർപ്രൈസ് ആയിരുന്നു. ഇതൊക്കെയായിരുന്നു അവരുടെ ഗിഫ്റ്റ്സ്. പിന്നെ സത്യം പറഞ്ഞാൽ എല്ലാം കൂടി കൺഫ്യൂസ് ആയിരുന്നു. പിന്നെ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പുറത്ത് പറയാൻ പുള്ളിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ പേര് പുറത്ത് പറയുന്നില്ല. ഇത് ഇതാണ് എനിക്ക് ഫണ്ട് വന്നിട്ട് ഞാൻ ഓർഡർ ചെയ്ത ഒരു ടീഷർട്ടാണ്. ഒരു ബ്ലാക്ക് കളർ, എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് ബ്ലാക്ക് കളർ തിരിച്ചാണ്. ഈ ഒരു ടീഷർട്ട് ക്രോപ്പ് ടോപ്പ് ആണ്. പിന്നെ ഈ ഒരു ബോക്സ് സെറ്റ് ഇതിനകത്ത് എന്തൊക്കെയാണല്ലേ, ലിപ്സ്റ്റിക്, പെർഫ്യൂം, ബാംഗിൾസ്. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ഒരു എന്നെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. എനിക്ക് ഈ ഒരു ബാംഗിൾസ്, ജിങ്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാട്ടോ. മനസ്സിലായി. ഒരു സെറ്റ്,
നെയിൽ പോളിഷ്, ഡയറി മിൽക്ക് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെയായിരുന്നു ഇത്. ഇത്ര അന്ന് എനിക്ക് കിട്ടി, ഈ ഒരു ഗിഫ്റ്റ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നു. അങ്ങനെ ഇതൊക്കെ അന്നത്തെ ഗിഫ്റ്റ്. എല്ലാ തവണ എന്തായിരുന്ന നമ്മളുടെ സ്വന്തം എന്റെ സഹോദരിയുടെ ഗിഫ്റ്റ് അതെന്റെ ഫേവറേറ്റ് ആണ്. എന്ത് ചെയ്തു സോറി കവർ ഇത് അവളെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഹെയർ കേളർ വാങ്ങാൻ എന്ന് വിചാരിച്ചിരിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഹെയർ കേളർ വാങ്ങിക്കുന്നത്. സത്യം പറഞ്ഞാൽ ബർത്ത്ഡേ കഴിഞ്ഞ് ലേറ്റ് ആയിട്ടാട്ടോ കിട്ടിയത്. ബട്ട് ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് എനിക്ക് ഭയങ്കര എല്ലാ ഗിഫ്റ്റും ഞാൻ അങ്ങനെ പറയുന്നുണ്ടല്ലേ, ഇത് ഇങ്ങനെ മാറ്റി പിടിക്കാം എന്നൊക്കെ വേറെ എന്തായാലും പറയാം. ഞാൻ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. ഇത് കിട്ടി. അതിന്റെ കൂടെ ഒരു എന്താ ഡ്രൈ ഷാമ്പൂ കിട്ടി. ദിസ് വൺ ഫ്രം ഷെപ്പി. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഹെൽമെറ്റ് ആയിരുന്നു. ആ ഹെൽമെറ്റ് ഞാൻ കൊണ്ട് കളഞ്ഞായിരുന്നു ഗൈസ്. കളഞ്ഞല്ല, ഏതോ ഒരു തന്നെ എടുത്തോണ്ട് പോകും. എന്ന് ഞാനവന്റെ മനസ്സിലായിരുന്നു. ബട്ട് സെയിം തന്നെ എനിക്ക് കൊച്ചു വാങ്ങി തന്നെ കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെയാണ് എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയത്. കൊച്ചുന്റെ വകയായിട്ട് കേക്കും ഉണ്ടായിരുന്നു. ആ കേക്ക് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്കായിരുന്നു. ഇത്രയൊക്കെയാണ് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് കമന്റ് ഇടുക. അങ്ങനെ കമന്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് ഇത് എല്ലാം എന്റെ ഫേവറേറ്റ് ആണ്. അപ്പോ ഇനി അടുത്ത ബർത്ത്ഡേക്ക് കാണാമെന്നായിരിക്കും ഞാൻ പറയുന്നതല്ല. എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ എന്തെങ്കിലും ഒക്കെ വരുന്നതായിരിക്കും. ഇത്രയുള്ള എന്റെ വീഡിയോ ബോറാണോ എന്ന് എനിക്കറിയില്ല. എന്റെ ഫേസ് പോലും ഞാൻ ഫുള്ള് ഡള്ളായിട്ടായിരിക്കും, അതൊന്നും കുഴപ്പമില്ല. ബട്ട് എന്തായാലും വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ ടാറ്റാ ബൈ.